ഹലോ, നമ്മൾ ചെയ്യാൻ പോകുന്നത് അസ്യൂം മീൻ മെത്തേഡാണ്. നമ്മളന്ന് കാൽപേഴ്സണിൽ ഇതിൽ പറഞ്ഞത് 3 മെത്തേഡായിരുന്നു. അതായത് അസ്യൂം മീൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂം മീൻ മെത്തേഡ്, അരിത്തമെറ്റിക് മെത്തേഡ്. അരിത്തമെറ്റിക് സിമ്പിളായിരുന്നു, അതിന് കുറച്ചും കൂടി ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഇതിന് ഈ ഇക്വേഷൻ ആലോചിച്ച് വെച്ചാൽ മതി. എൻ സിഗ്മ ഡി എക്സ് ഡി വൈയും ഡി എക്സ് ഇൻറ്റു ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ്. സിഗ്മ അറിയുന്ന 10 ടോട്ടൽ 10 അതിൻ്റെ ടോട്ടൽ അതാണ് ഉദ്ദേശിക്കുന്ന സിഗ്മ. അതുകൊണ്ട് സിഗ്മ ഡി വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ. അതായത് നമ്മൾ ഡി എക്സ് കണ്ടെത്തിയതിൻ്റെ ഒരു ഉത്തരം കിട്ടും, അതിൻ്റെ അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു ഇതേമാതിരി റൂട്ട് എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിത് നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് ചിലപ്പം പരീക്ഷയ്ക്ക് വരിക. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ അസ്യൂം മീൻ മെത്തേഡ്. അസ്യൂം മീൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് എക്സ് 12 അത് വന്ന് നമുക്ക് നേരെ ടേബിൾ ചെയ്യാം. എക്സിൽ എന്തൊക്കെ 12, 16, 20, 24, 30, 40, 50, 54, 60, 64. അതേമാതിരി മറ്റേത് വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. 84, 80, 72, 64, 60, 56, 50, 48, 40, 36. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡി എക്സും ഡി വൈയും കാണണം. ഓക്കെ, ഈ ഡി എക്സും ഡി വൈയും കാണാൻ സിമ്പിളാണ്. അസ്യൂം മീൻ മെത്തേഡാണ്. അസ്യൂം മീൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയ ആൻസർ നമ്മൾ ആദ്യം അരിത്തമെറ്റിക് ഇങ്ങനെ തരുന്ന ഇതിന് നമ്മൾ ആദ്യം അരിത്തമെറ്റിക് മെത്തേഡിലേക്ക് ആക്കാം. അതായത് പറഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ അരിത്തമെറ്റിക് മെത്തേഡിലാണ്. അത് മറ്റേ അരിത്തമെറ്റിക് അസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്താക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റെഡിക്കും ഇത് രണ്ടിൻ്റെ സെൻറ്റർ വരിക. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എഴുതിയിട്ട്, അതായത് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 10 നമ്പർ ഉണ്ട്. 10ൻ്റെ സെൻറ്റർ അറിയുമ്പോൾ 5 ആണ് വരേണ്ടത്. പക്ഷേ ഇത് ഈവൻ നമ്പേഴ്സിന് സെൻറ്റർ എടുത്താൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇതിനോട് എടുത്തതായ നമ്പർ റെഡിക്ക് 30 + 40/2 ആണ് ചെയ്യേണ്ടത്. അതായത് 70ൻ്റെ പകുതി 35 റെഡിക്കും വരിക. പക്ഷെ നമുക്ക് അങ്ങനെ ഇതിൽ ചെയ്തുവിടാം. അപ്പോൾ നമുക്ക് അതിനോട് എടുത്തൊരു സംഖ്യ 30 എടുക്കാം. അപ്പോൾ ഡി എക്സ് അറിയുന്നത് 30 ഡി വൈ അറിയുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം. ഈ വൈയിൽ നമ്മൾ അസെൻഡിങ് ഓർഡർ തന്നെ ആക്കുക. ഇവിടുന്ന് ഇങ്ങനെ തൽക്കാലം നോക്കുക. ഇവിടുന്ന് നമ്മൾ 1, 2, 3, 4 അഞ്ചാമത്തെ എടുക്കുക. അതേമാതിരി ഇവിടുന്ന് എടുക്കുക 1, 2, 3, 4, 5. അപ്പോൾ 56 നമുക്ക് കിട്ടി. ഡി വൈ അറിയുന്നത് 56. അപ്പോൾ ഈ ഡി എക്സ് എന്താക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 12 ഇതൊക്കെ മൈനസ് ചെയ്ത് വരിക. അതായത് 12 - 30 -18. ഓക്കെ, 16 - 30 -14, -10, -6, 30 മൈനസ് ചെയ്താൽ 0, 40 30 ഇതാക്കിയാൽ 10, 20, 24, 30, 34. അതേ സെയിം സംഭവത്തിൽ ഇത് മൈനസ് ചെയ്യുക. 84 56 മൈനസ് ചെയ്താൽ 28, 24, 16, 8, 4, 0, -6, -8, -16, -20. ഇനി നമ്മളെന്താക്കുക, നമ്മൾ അടുത്ത കണ്ടു വെക്കേണ്ട സാധനമാണ് ഈ ക്വസ്റ്റ്യനിൽ. ഇനി എന്തൊക്കെയാണ് ഡി എക്സ് സ്ക്വയർ കാണാൻ പറഞ്ഞിക്ക്, ഡി വൈ സ്ക്വയർ കാണാൻ പറഞ്ഞിക്ക്. ഓക്കെ, ഡി എക്സ് സ്ക്വയറും കാണാം, ഡി വൈ സ്ക്വയറും കാണാം. പിന്നെ എന്താണ് ക്വസ്റ്റ്യനിൽ ഇത് കണ്ടോ, ഡി എക്സ് ഡി വൈ അതും കണ്ടെത്തണം, ഡി എക്സ് ഡി വൈ. അപ്പോൾ ഡി എക്സ് സ്ക്വയർ അറിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടെത്തിയതിൻ്റെ ഒക്കെ സ്ക്വയർ എടുക്കുക. അതായത് ഡി എക്സിൻ്റെ എല്ലാത്തിനും സ്ക്വയർ എടുക്കുക. അപ്പോൾ 18ൻ്റെ സ്ക്വയർ 324, 196, 100, 36. മൈനസ് വരുന്നത് നോക്കണ്ട, മൈനസ് വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി മാറും. 0,
100, 400, 576, 900, 34. 34ൻ്റെ സ്ക്വയർ അറിയുന്നത് 1156. ഓക്കെ, അത് തന്നെ നമ്മൾ ഡി വൈയിലും കാണാം. 28ൻ്റെ സ്ക്വയർ എത്ര? 784. പിന്നെ 24ൻ്റെ സ്ക്വയർ ഇപ്പം നമ്മൾ കണ്ടെത്തിയാൽ 576. 16ൻ്റെ സ്ക്വയർ 256. 8ൻ്റെ സ്ക്വയർ 64, 16, 0, 36, 64, പിന്നെ 256, 400. ഇനി നമ്മളവിടെ ഡി എക്സ് ഡി വൈ കാണാൻ പറഞ്ഞേക്ക്. ഡി എക്സ് ഡി വൈ കാരണം നമ്മൾ ഇത് ചെയ്യാം. -18 × 28 അറിയുന്നത് -504. -14 × 24 -336. -10 × 16 -160. -6 × 8 -48. 0 × 4 0 0. -20 × 6 -120. പിന്നെ 24 × -8 അറിയുന്നത് -192. പിന്നെ എത്ര? 30 × -16 അറിയുന്നത് 480. പിന്നെ എത്ര? 34 × -20 അറിയുന്നത് -680. ഇനി ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒക്കെ അതായത് ഡി എക്സിൻ്റെ ടോട്ടൽ കാണുക, ഡി വൈൻ്റെ ടോട്ടൽ കാണുക, ഡി എക്സ് സ്ക്വയറിൻ്റെ കാണുക, ഡി വൈ സ്ക്വയറിൻ്റെ, ഇതിൻ്റെ ഒക്കെ ടോട്ടൽ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്താൽ എങ്ങനെ ആയിരാ? ഒന്നുമില്ലതാ. -18 + -14 + -10 ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ടോട്ടൽ വാല്യൂ കിട്ടുമല്ലോ. ആ ടോട്ടൽ വാല്യൂ നമ്മൾ ആദ്യം ചെയ്തേക്കാം. ഇത് 70, ഇത് 30, ഇത് 3788, പിന്നെ 2452, മറ്റേത് -2520. ഇനി നമ്മളെ ഇക്വേഷൻ എന്താ ഇത് ചെയ്തുക? R × n സിഗ്മ ഡി എക്സ് ഡി വൈ സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ ബൈ എന്താണ്? √n × സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് സ്ക്വയർ സിഗ്മ ഡി ഹോൾ സ്ക്വയർ n × സിഗ്മ ഡി വൈ സ്ക്വയർ സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യാം. അപ്പോൾ n അറിയുന്ന ഒന്നുമില്ല ഇതിലുള്ള ടോട്ടൽ എലമെൻറ്റ്സ്. ഇതിൽ എന്നിൻ്റെ ടോട്ടൽ എലമെൻറ്റ്സ് അറിയുന്നത് 10 ആണ്. 10 × ഡി എക്സ് ഡി വൈ എത്ര കിട്ടി? ഇതിൻ്റെ ടോട്ടൽ -2520 മൈനസ് ഡി എക്സ് ഇത് അറിയുന്ന എത്ര? 70ഉം 30ഉം ആണ് ഡി എക്സും ഡി വൈയും. 70 × 30. ഓക്കെ, ബൈ √n എത്ര? 10. 10 × ഡി എക്സ് സ്ക്വയർ അറിയുന്നത് എന്താ? ഡി എക്സ് സ്ക്വയർ നമ്മളിപ്പോൾ കണ്ടത് എത്ര? 3788 മൈനസ് ഡി എക്സ് ഹോൾ സ്ക്വയർ അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡി എക്സിൻ്റെ നോർമൽ ഡി എക്സിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. 70 സ്ക്വയർ ഇൻറ്റു എന്നെ അറിയുന്നത് തന്നെ 10 ഇൻറ്റു ഇവിടെ എത്ര? 2452. 10 × 2452 മൈനസ് ഇവിടുത്തെ ഡി വൈ സ്ക്വയർ എത്ര? അല്ല, ഡി വൈ എത്ര നമുക്ക് കിട്ടിയത്? 30 ആണല്ലോ. ഇപ്പോൾ 30 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2000 × 10 ചെയ്യുമ്പോൾ 25200 മൈനസ് 70 × 30 അറിയുമ്പോൾ 2100 ബൈ റൂട്ട് ഇത് തന്നെ 35880 മൈനസ് 70ൻ്റെ സ്ക്വയർ അറിയുമ്പോൾ 4900. ഓക്കെ, ഇതിന്ന് പിന്നെന്താണ്? 10 × 2000 അപ്പം 24520 മൈനസ് 30ൻ്റെ ഹോൾ സ്ക്വയർ എത്ര?
900. ഓക്കെ, നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്തിട്ടുണ്ടെങ്കിൽ -27,300 കിട്ടും. അതായത് മൈനസ് അതിനെ കൊണ്ട് അത് പ്ലസ് ആവും. ശത്രു ആയാൽ മിത്രമാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണച്ചൊല്ല്. പിന്നെ നമ്മൾ ഇതൊന്ന് ചെയ്യാൻ പോവാം. അതായത് ഇതല്ല, നമ്മൾ ഇതിൽ എഴുതി വെച്ച 37,780 മൈനസ് 4,900. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 32,980 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 181.60 ഇൻറ്റു. ഇനി നമുക്ക് എത്ര അത് കുറയ്ക്കാനുള്ളത്? 24,520 മൈനസ് 900 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര? 23,620. റൂട്ട് 23,620 ചെയ്തിട്ടുണ്ടെങ്കിൽ 153.68 കിട്ടും. അപ്പം പിന്നെ -27,300 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യാം 181.6 ഇൻറ്റു 153.68 ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 27,900 ഇത് കിട്ടും. ഇതിങ്ങനെ തന്നെ എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് അത് ചെയ്ത് വെക്കാം. 27,300 മൈനസ് ലാസ്റ്റ് ഇട്ടാലും മതി, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട. 27,908 ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കുക 0.978. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ സംഭവം.